നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. 1700 കോടി രൂപയുടെ പുതിയ നോട്ടീസ് കൈമാറി ആദായ നികുതി വകുപ്പ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ പുതിയ നോട്ടീസ്. 1700 കോടി രൂപയുടെ പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് കൈമാറി. 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടങ്ങുന്നതാണ് തുക. അതേസമയം ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലുകളെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. 2017-18 മുതൽ 2020-21 വരെയുള്ള നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ വ്യാഴാഴ്ച തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി. 2014-15 മുതൽ 2016-17 വരെയുള്ള പുനർനിർണ്ണയം ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ഈ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഏതാണ്ട് 40 സീറ്റിലേക്കൊക്കെ ഒതുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കോൺഗ്രസിന് ഒരു നാഥനില്ലാത്ത കളരിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. സോണിയാഗാന്ധി കുറെ കാലം കോൺഗ്രസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് നടന്നു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു സംവിധാനമോ അതിനുള്ള ഒരു ബുദ്ധിയോ അതിനുള്ള ഒരു രാഷ്ട്രീയ പരമായ ഒരു നീക്കമോ ഒന്നും നടത്താൻ, ഒരു ചടുലമായ രാഷ്ട്രീയ നീക്കം നടത്താൻ ഒരു തരത്തിലും ഈ രാഹുൽ ഗാന്ധിക്കായില്ല. ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി പ്രതീക്ഷയുള്ള ഒരു നേതാവായി ഉയർന്നു വരുമെന്നൊക്കെ ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരടക്കം അത് വലിയ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും പണവുമില്ല. അതുപോലെ തന്നെ ഈ കോൺഗ്രസിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് CPM-ഉം BJP-യും ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിൽ പണം അവർക്കുണ്ടായാൽ അവരത് ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങളായി, ഒന്നുകിൽ പാർട്ടി ഓഫീസുകളായി അല്ലെങ്കിൽ പാർട്ടിക്ക് ഫണ്ടുകളായി ഒക്കെ മാറ്റിയിടും. നേരെ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഭരണത്തിലുണ്ടെങ്കിലും കിട്ടുന്ന പണമൊക്കെ ഇവരെല്ലാം വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. സ്വന്തം വീട് നന്നാക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് പണമില്ലാതെ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്വന്തം പേരിലാക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, കോൺഗ്രസിന്റെ പതനം എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അപ്രസക്തമാകും. ഏതാണ്ട് കോൺഗ്രസ് പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലാണെങ്കിലും കോൺഗ്രസ് നോക്കിയാൽ ആകെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം, കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ ഒരു വലിയ മാർജിനുള്ള വിജയം ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. BJP ശക്തമാകുന്നു. ഒപ്പം അതുകൊണ്ട് തന്നെ BJP ശക്തമാകുന്നത് കൊണ്ട് തന്നെ CPM-ന് കൂടുതൽ സാധ്യത കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. BJP ശക്തമാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ കോൺഗ്രസിലുള്ളവരുടെ വോട്ടുകളാണ് പലപ്പോഴും BJP-യിലേക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് മാറി വരുന്നത്. ഒരു സാധാരണ മിനിമം ഒരു സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോഴെങ്കിലും മാറി വോട്ട് ചെയ്യുന്നവരാണ് പലപ്പോഴും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ മാറി വോട്ട് ചെയ്യുന്നത്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലെ 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റിലേക്ക് ഒന്നും എത്താൻ, അവർ പറയുന്നത് 20 സീറ്റിലേക്ക് എത്തും, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് കിട്ടുമെന്നൊക്കെയാണ്. സത്യത്തിൽ തിരുവനന്തപുരത്ത് പോലും അണികൾ ഒരു നോട്ടീസ് വിതരണം ചെയ്യാനോ എന്തെങ്കിലും പോസ്റ്റർ അടിക്കാനോ പോലും കോൺഗ്രസിന് ഇല്ലാത്ത അവസ്ഥയാണ്. ദേശീയ തലത്തിലും അതുപോലെ തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉടൻ പിരിച്ചുവിടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.